ഹലോ നമസ്കാരം, ഞാൻ സരിക പ്രമാനൻ. സാടെക് ലാബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ മെറ്റൽ റേബാൻ ഗ്ലാസ് കണ്ടാൽ സാധാരണ ഒരു സൺഗ്ലാസ് ആണെന്നല്ലേ നമുക്ക് തോന്നുള്ളൂ, അല്ലേ? അപ്പോൾ ഇതിലൂടെ നമുക്ക് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, അതിന് പാട്ട് കേൾക്കാനും അതുപോലെ AI-യോട് നമ്മുടെ ഡൗട്ട്സ് ചോദിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ മാർക്ക് സക്കർബർഗ് ഇത് ലോകത്തിന് പരിചയപ്പെടുത്തിയത് നമ്മുടെ ജീവിതം എളുപ്പമാക്കാനുള്ള ഒരു ഉപകരണം എന്നുള്ള രീതിയിലാണ്. 2025 മാത്രം ഏകദേശം 70 ലക്ഷം പേരാണ് ഈ ഗ്ലാസ് വാങ്ങിക്കൂട്ടിയത്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു തിളക്കത്തിന് പിന്നിൽ സക്കർബർഗ് നമ്മളോട് പറയാത്ത അല്ലെങ്കിൽ നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത പോയ ഭീകരമായിട്ടുള്ള ചില സത്യങ്ങളുണ്ട്. നമ്മളുടെ വീടിനുള്ളിലെ അതീവ രഹസ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് മൊമെന്റ്സ് പോലും മറ്റാരോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ അനുവാദത്തോടുകൂടെ തന്നെ. അതിന് റിയാലിറ്റി എന്ന് പറയുന്നത് ഹേ മെറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഗ്ലാസ് ഉപയോഗിക്കുമ്പോൾ ഒരു സംശയം ചോദിക്കാനോ അല്ലെങ്കിൽ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാനോ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ ഈ കമാൻഡ് കൊടുക്കുന്ന ആ നിമിഷം ആ വീഡിയോ ക്ലിപ്സ് നമ്മുടെ ഫോണിലോ നമ്മുടെ ഗ്ലാസ്സിലോ മാത്രമല്ല ഇരിക്കുന്നത്, അത് നേരെ മെറ്റയുടെ സെർവറുകളിലേക്ക് അപ്ലോഡ് ചെയ്യപ്പെടുകയാണ്. അവിടെ നിന്നാണ് യഥാർത്ഥ കളി തുടങ്ങുന്നത്. ഈ ദൃശ്യങ്ങൾ മെറ്റയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പരിശീലിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ മെഷീനുകൾ മാത്രമല്ല ഇത് കാണുന്നത്. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചും കൂടെ സീരിയസ് ആകുന്നത്. ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള കെന്യയിലെ നൈറോബിയിലുള്ള ചില കോൺട്രാക്ട് വർക്കേഴ്സിൻ്റെ അടുത്തേക്കാണ് നിങ്ങളുടെ വീഡിയോകൾ, എസ്പെഷ്യലി നിങ്ങളുടെ പ്രൈവറ്റ് മൊമെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം അവിടെ ഇരുന്ന് മനുഷ്യന്മാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വെറും $2 മണിക്കൂറിന് പ്രതിഫലത്തിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളാണ് അവിടെ. സ്വീഡിഷ് ജേർണലിസ്റ്റുകൾ അവിടെ ചെന്ന് ഈ തൊഴിലാളികളെ ഇന്റർവ്യൂ ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. അവിടെ നിങ്ങളുടെ ബെഡ്റൂമിലെ ദൃശ്യങ്ങൾ കാണുന്നു, നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് കാണുന്നു, നിങ്ങളുടെ ഫിനാൻഷ്യൽ ഡേറ്റ കാണുന്നു, നിങ്ങൾ പോലും ഓർക്കാത്ത പല നിമിഷങ്ങളും അവർ ഓരോന്നോരോന്നായി കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതിനെ ലേബൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ കമ്പ്യൂട്ടറിൽ നോക്കുന്നു, ഒരു സ്ത്രീ കുക്ക് ചെയ്യുന്നു, ഒരു കുട്ടി കരയുന്നു. ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങളെ അവർ കാറ്റഗറൈസ് ചെയ്ത് ലേബൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കാം, ഇത് നിയമവിരുദ്ധം അല്ലേ എന്നല്ലേ? പക്ഷെ മെറ്റയ്ക്ക് അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ട്. ഞങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഞങ്ങളിത് കൃത്യമായി വ്യക്തമായി എഴുതിയിട്ടുണ്ട് എന്നാണ് മെറ്റ പറയുന്നത്. സത്യമാണ്. നമ്മൾ ആരും വായിച്ചു നോക്കാത്ത ഒരു വലിയ കരാറിൽ ആ ഒരു വാചകമുണ്ട്. ആ പ്രൈവസി പോളിസി നോക്കിയാൽ മാനുവൽ ഹ്യൂമൻ റിവ്യൂ എന്ന ഒരു വേർഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ പൊതുവെ പ്രൈവസി പോളിസി വായിക്കാതെ ഐ എഗ്രി ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നവരാണ്. അങ്ങനെയായിരിക്കും മിക്കവരും ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ റീതിങ്ക് ചെയ്യേണ്ട സമയമാണ് ഇപ്പോൾ. ആ നമ്മുടെ പ്രൈവസി പോളിസിക്കകത്ത് മാനുവൽ ഹ്യൂമൻ റിവ്യൂ, അതായത് മനുഷ്യർ ഇത് പരിശോധിക്കുമെന്നാണ് മെറ്റ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആ ഐ എഗ്രി ബട്ടൺ അമർത്തുമ്പോൾ നമ്മുടെ സ്വകാര്യതയെ തന്നെ നമ്മൾ അവർക്ക് അറിഞ്ഞോ അറിയാതെയോ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ടും അവസാനിക്കുന്നില്ല. മെറ്റ ഇപ്പോൾ ഈ ഗ്ലാസുകളിൽ ഫേഷ്യൽ റെക്കഗ്നിഷൻ അഥവാ നമ്മുടെ മുഖം തിരിച്ചറിയാനുള്ള ടെക്നോളജി കൂടെ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ വഴിയിലൂടെ നടന്നു പോകുന്നു, എതിരെ വരുന്ന ഒരാൾ ഈ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ പേരും അഡ്രസ്സും ഹിസ്റ്ററിയും ഒക്കെ സെക്കൻഡ്സിനുള്ളിൽ ആളുടെ ആ ഗ്ലാസ്സിനുള്ളിൽ തെളിയും. അപ്പോൾ ഇവിടെ ചോദ്യം നിങ്ങൾ ഈ ഗ്ലാസ് വാങ്ങുമോ എന്നുള്ളതല്ല, മറിച്ച് മറ്റൊരാൾ ഈ ഗ്ലാസ് വെച്ച് നിങ്ങളുടെ മുന്നിലൂടെ നടക്കുമ്പോൾ നിങ്ങളുടെ പ്രൈവസി എവിടെ പോകും എന്നുള്ളതാണ്. ടെക്നോളജി വളരുന്നത് നല്ലതാണ്, പക്ഷെ ഇത് നമ്മുടെ പ്രൈവസിയെ വിഴുങ്ങിക്കൊണ്ടാവരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക. കാരണം പലരും ഈ ചതിക്കുഴിയെ കുറിച്ച് ബോധവാന്മാരല്ല. അപ്പോൾ ടെക് ലോകത്തെ AI ലോകത്തെ ഇത്തരം അറിവുകൾക്കായി ഇപ്പോൾ തന്നെ സാടെക് ലാബ്സിൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഷോർട്സ് വീഡിയോസ് കൂടുതലും ഇൻസ്റ്റാഗ്രാമിലാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം കൂടെ ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മളെ അറിയിക്കുക. ആൻഡ് നമുക്ക് AI-യുമായി ബന്ധപ്പെട്ട അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓൾസോ നിങ്ങൾക്ക് മലയാളത്തിൽ AI പഠിക്കണം എന്നുണ്ടെങ്കിൽ യൂറോപ്പ് ആൻഡ് US ബേസ്ഡ് ആയിട്ടുള്ള AI എക്സ്പേർട്സിന്, മലയാളികളായിട്ടുള്ള AI എക്സ്പേർട്സിന് ഒരു നെറ്റ്വർക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പുതിയ കോഴ്സുകൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതും ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക.